Who is a narcissist? നാർസിസം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ കൂടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലോ ജീവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്കിനെ പറ്റി. അതർവൈസ് നിങ്ങൾ വണ്ടർ അടിച്ചിരിക്കും ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന്. ഓക്കെ, എനിവേ നമുക്ക് നാർസിസ്റ്റിന്റെ കുറച്ച് ട്രേറ്റ്സ് നോക്കാം. ദേ ഹാവ് ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. അവർ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വളരെയധികം ഡീപ്പ് നീഡ് ഫോർ അഡ്മിറേഷൻ ഉണ്ട്. അവർ എപ്പോഴും മറ്റുള്ളവർ അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നും പ്രശംസിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുപോലെ മറ്റുള്ളവരോട് യാതൊരു വിധത്തിലുള്ള എംപതിയും ഉണ്ടാവില്ല. അനദർ തിങ് ഇസ് ദാറ്റ് അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആൻഡ് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ അവർ തോൽക്കുന്ന സിറ്റുവേഷനോ ഉണ്ടായാൽ അത് അവർക്ക് സഹിക്കാനേ പറ്റില്ല. പിന്നെ ഫിക്സേഷൻ ഓൺ ഫാന്റസീസ് ഓഫ് സക്സസ്, പവർ ഓർ ബ്യൂട്ടി. കൈൻഡ് ഓഫ് അൺറിയൽ തോട്ട്സ് ആയിരിക്കും അവർക്ക് പവറിനെ പറ്റിയും ബ്യൂട്ടിയെ പറ്റിയും സക്സസിനെ പറ്റിയും ഉണ്ടാവുക. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ സക്സസ്, ഇതൊക്കെ ഇവർക്ക് എൻവി ആൻഡ് ജലസി ഉണ്ടാക്കും. ഇവർക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആൻഡ് അറഗൻ നേച്ചർ കാണിക്കാൻ വളരെയധികം ടെൻഡൻസി ഉള്ളവരായിരിക്കും. നാർസിസിസ്റ്റ് മറ്റുള്ളവരുമായി ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മുന്നേ പറഞ്ഞ എംപാത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. മറ്റുള്ളവരെ നാർസിസ്റ്റ് ആയിട്ടുള്ളവര് മാനിപ്പുലേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒട്ടും തന്നെ മടിക്കില്ല. മറ്റുള്ളവർ അവരെ എപ്പോഴും ആദരിക്കുകയും പ്രശംസിക്കുകയും സ്പെഷ്യലായി ട്രീറ്റ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അല്ലാത്ത പക്ഷം അവർ ആംഗ്രി ആൻഡ് ബിറ്ററായി ബിഹേവ് ചെയ്യുന്നു. ഇതിൽ ചില സ്വഭാവങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സാധാരണ മനുഷ്യർ, അതായത് ഈ ഡിസോർഡർ ഇല്ലാത്തവരും കാണിച്ചെന്നിരിക്കാം. പക്ഷേ നാർസിസിസ്റ്റ് ഈ സ്വഭാവങ്ങൾ കൺസിസ്റ്റന്റ് ആയി പ്രകടമാക്കും. അത് അവരുടെ ബന്ധങ്ങളെയും നിത്യജീവിതത്തെയും വരെ സീരിയസ് ആയി തന്നെ ബാധിക്കും. സോ സിമ്പിൾ എക്സാമ്പിൾസ് ഓഫ് നാർസിസിസ്റ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്റെ അച്ചീവ്മെന്റ്സിനെ ആൻഡ് കഴിവുകളെ പറ്റി ഒത്തിരി എക്സാജറേറ്റ് ചെയ്യുക, എപ്പോഴും അവനവന്റെ അച്ചീവ്മെന്റ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും അവര് തന്നെയായിരിക്കണം സെന്റർ, അല്ലെങ്കിൽ അവരിലേക്കായിരിക്കണം ഫുൾ അറ്റൻഷൻ വരേണ്ടത് എന്ന് വിചാരിക്കുക. അവർക്ക് എപ്പോഴും ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കണം, നിങ്ങളൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം മറ്റുള്ളവര്. അതിലാണ് അവർ ഫീഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് മറ്റുള്ളവരുടെ വർക്ക് ഓർ ഐഡിയ എന്തെങ്കിലും നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആയത്, അല്ലെങ്കിൽ കാണായിരുന്നു എന്ന തരത്തിൽ ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കാറുണ്ട്. ആൻഡ് മറ്റുള്ളവർ എന്ത് തന്നെ ചെയ്താലും കുറ്റം തന്നെയായിരിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പാടെ അവഗണിക്കുക, ഇതൊക്കെ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ആൻഡ് എപ്പോഴും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, ആൻഡ് അത് അവരുടെ ഒരു ബേസിക് നീഡ് പോലെ ആ ഒരു പവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ മറ്റുള്ളവരുടെ ചിന്തകൾ, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കാൻ പോലും മനസ്സില്ലാതിരിക്കുന്നവരായിരിക്കും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ എക്സാമ്പിൾസ് ഓഫ് നാർസിസിസ്റ്റിക് ബിഹേവിയേഴ്സ്. ഓക്കെ, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ ചിലരുടെ മുഖം മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അൺലെസ് ഒരു ഡോക്ടർ ഡയഗ്നൈസ് ചെയ്ത് ഒരു വ്യക്തിയെ നാർസിസിസ്റ്റ് എന്ന് പറയാത്തിടത്തോളം നമുക്കൊരാളെയും നാർസിസിസ്റ്റ് ആണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഓക്കെ, നിങ്ങൾ ഒരു നാർസിസിസ്റ്റിന്റെ വിക്ടിം ആണെങ്കിൽ ഡു സെറ്റ് അപ്പ് ബൗണ്ടറീസ്, സെൽഫ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യുക, ആവശ്യമെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നാർസിസിസ്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങളൊരു നാർസിസിസ്റ്റ് വിക്ടിം ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്തതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി ഇതുപോലെ കുഞ്ഞു വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് hope you like the video. Please like, share and subscribe. Comment your opinion on this topic.